ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SATC വിക്ടേഴ്സ് അക്കാദമി. നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ലോസ് ഓഫ് സെറ്റ് തിയറിയാണ്. ബേസിക് ലോസ് ഓഫ് സെറ്റ് തിയറി. നമ്മൾ സെറ്റിൽ കുറച്ച് തിയറീസ് ഉണ്ട്. അതിനകത്ത് പ്രൂഫ് ഉള്ളതുണ്ട്, പ്രൂഫ് ഇല്ലാത്തതുണ്ട്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന കുറേ പോർഷൻസ് നമുക്ക് പ്രൂഫ് പഠിക്കാനില്ല. സോ നിങ്ങൾ ആ തിയറി മാത്രം പഠിക്കുക. അതെങ്ങനെയാണെന്ന് തെളിയിക്കേണ്ടത് പഠിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ് തിയറീസ് നോക്കാം. ഒന്നാമത്തത് എന്ന് പറയുന്നത് സപ്പോസ് എ സമം 1 2 3. ഞാൻ വീണ്ടും എ എഴുതുകയാണ്. എ സമം എന്താണ് 2 3 1. ഇതിപ്പോൾ ഓർഡർ വ്യത്യാസം എഴുതിയാലും രണ്ടും സെയിം ആണ് അല്ലേ? എ തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ എ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ രണ്ടിനും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? എല്ലാവരും ഉണ്ട്, എ തന്നെയാണ്. എ യൂണിയൻ എ ചോദിച്ചാലോ? അതും എ തന്നെയാണ്. മനസ്സിലായോ? അതായത് എ യൂണിയൻ എയും എ ഇന്റർസെക്ഷൻ എയും എ തന്നെ ആയാൽ ആ ലോയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡംപൊട്ടന്റ് ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത്, ഐഡംപൊട്ടന്റ് ലോ. ആ ലോ ഇതാണ്: എ ഇന്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ യൂണിയൻ എ ഈസ് ഈക്വൽ ടു എ. ഓക്കെ, അതായത് ഒരു സെറ്റിന് അതിനോട് തന്നെ ഇന്റർസെക്ഷൻ അത് തന്നെയാണ്, ഒരു സെറ്റ് അതിനോട് തന്നെ യൂണിയൻ അത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി യു സമം 1 2 3 4 5 ഇങ്ങനെയാണ് വിചാരിക്കുക. എ സമം 1 2 3 ആണെന്ന് വിചാരിക്കുക. എൻ്റെ ചോദ്യം ഇതാണ്: എ ഇന്റർസെക്ഷൻ യു. എ ഇന്റർസെക്ഷൻ യു, അതായത് എയിലും യുവിലും കോമൺ ആയിട്ടുള്ളത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എ തന്നെയല്ലേ? എ തന്നെയാണ്. അടുത്ത ചോദ്യം ഇതാണ്: എ യൂണിയൻ യു. എയിലും യുവിലും എന്താണ് കോമൺ അല്ല, ഓർ ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ യു. അപ്പൊ 1 2 3 രണ്ടിലും ഉണ്ട്. അപ്പൊ അത് എഴുതി 1 2 3. ബാക്കി യുവിൽ എന്തുണ്ട്? 4 5 എഴുതി. അപ്പൊ എന്ത് കിട്ടി? എ യൂണിയൻ യു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടി? യു തന്നെ കിട്ടി. സോ ഇവിടെ കിട്ടിയ റിലേഷൻ ഇതാണ്: എ യൂണിയൻ യു ഇസ് ഈക്വൽ ടു യു. കണ്ടോ? എ ഇന്റർസെക്ഷൻ യൂണിയൻ യു ഇസ് ഈക്വൽ ടു എ. യു എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് ഇസ് ഈക്വൽ ടു എ. എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ഇസ് ഈക്വൽ ടു യു. ഓക്കെ, ക്ലിയർ? ഈ ലോയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി ലോ. ഐഡന്റിറ്റി ലോ. എന്താണ്? ഐഡന്റിറ്റി ലോ. ഇനി ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഒരു ലോയാണ് എ യൂണിയൻ നൾ സെറ്റ് ഇസ് ഈക്വൽ ടു എ. എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. ഇതിനെയും ഐഡന്റിറ്റി ലോ എന്നാണ് പറയുന്നത്. എ യൂണിയൻ നൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആയിരിക്കും. എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത സെറ്റും എയും തമ്മിൽ കമ്പൈൻ ചെയ്താൽ എ തന്നെ കിട്ടും. ഇനി ഒന്നുമില്ലാത്ത ഒരു സെറ്റും എയും തമ്മിൽ നമ്മൾ എന്താണ് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് അത് നൾ സെറ്റ് ആയിട്ട് വന്നത്. ദിസ് ഈസ് നോൺ ആസ് ഐഡന്റിറ്റി ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് രണ്ടും ഇങ്ങനെ പഠിക്കണം. അടുത്ത മൂന്നാമത്തത് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അതായത് 1 + 2 എന്ന് പറയുന്നതും 2 + 1 എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. അതായത് എ പ്ലസ് ബി ചെയ്താലും ബി പ്ലസ് എ തിരിച്ചു ചെയ്താലും ഉത്തരം സെയിം ആണ്. അപ്പൊ അതുപോലെ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി യൂണിയൻ എ. എയിന് ബിയുമായി ചേർത്ത് വെച്ചാലും ബിനെ എയുമായി ചേർത്ത് വെച്ചാലും എന്താണ്? സെയിം ആൻസർ തന്നെയാണ്. സിമിലാർലി എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. ഇങ്ങനെയുള്ള ഈ ലോയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ.
കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് ലോ. ഓക്കെ, അപ്പോൾ 3 ലോ കഴിഞ്ഞു. ഇനി 4-ാമത്തേലേക്ക് പോവാം. 4-ാമത്തെ ലോ എന്ന് പറയുന്നത് എ യൂണിയൻ എ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് ഇങ്ങനെ സൂചിപ്പിക്കാൻ ഡാഷ് ഇടാം, ഇസ് ഈക്വൽ ടു യു. എ യൂണിയൻ എ കോംപ്ലിമെന്റ് യു ആയിരിക്കും. അതുപോലെ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും. നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യു ആയിരിക്കും. യുവിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും. എ യൂണിയൻ എ കോംപ്ലിമെന്റ് യു ആയിരിക്കും. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് നൾ സെറ്റ് ആയിരിക്കും. നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് യുവും യുവിന്റെ കോംപ്ലിമെന്റ് നൾ സെറ്റും ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻവല്യൂഷൻ ലോ. ഓക്കെ, ഇതാണ് 4-ാമത്തെ ലോ. ഈ ലോസിനൊന്നും നമുക്ക് എന്താണ് വിത്തൗട്ട് പ്രൂഫ് ആണ്, പ്രൂഫ് ഇല്ല. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലോയാണ് അസോസിയേറ്റീവ് ലോ. ഇത് നമുക്ക് ചോദിക്കാറുണ്ട് എക്സാമിനെ. ഇത് നമുക്ക് പ്രൂഫ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. പ്രൂഫ് മീൻസ് ഒരു പ്രോബ്ലം തന്നിട്ട് അസോസിയേറ്റീവ് ലോ ആണെന്ന് തെളിയിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. ഇതിന് നമ്മൾ 3 സെറ്റാണ് എടുക്കുന്നത്. എ ബി സി 3 സെറ്റുകൾ നമ്മൾ എടുത്തു. സിമ്പിളായിട്ട് പറയുകയാണെന്ന് നോക്കിയാൽ 1 + 2 ഇതിനോട് 3 കൂട്ടി. എത്ര കിട്ടും? 1 + 2 3, 3 + 3 6. ഇങ്ങനെ ചെയ്യുന്നതും 1 പുറത്തിട്ടിട്ട് 2 + 3 ഇങ്ങനെ ചെയ്യുന്നതും സെയിം ആണ്. ഉണ്ടോ? അതായത് ആദ്യത്തെ 2 പേരെ കൂട്ടിയതിന് ശേഷം 3-ാമത്തെ ആളെ കൂട്ടുന്നതും, ആദ്യത്തെ ആളെ ഒഴിവാക്കിയിട്ട് 2-ാമത്തെ 3-ാമത്തെ ആളെയും കൂട്ടി അതിനോട് ആദ്യത്തെ ആളെ കൂട്ടുന്നത് ഉത്തരം സെയിം ആണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ എഴുതാം. നമ്മള് നമ്പേഴ്സ് വെച്ച് എഴുതുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. 1 ഒഴിവാക്കി ദെൻ എന്താണ് പ്ലസ് എഴുതിയിട്ട് 2 + 3 ഇങ്ങനെ എഴുതാം. സിമിലർലി എ യൂണിയൻ ബി ചെയ്തതിന് ശേഷം യൂണിയൻ സി ചെയ്തു. ഇപ്പൊ 3 സെറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അതിനകത്ത് എ യൂണിയൻ ബി ആദ്യം ചെയ്തു, എന്നിട്ട് അതിന്റെ യൂണിയൻ സി ചെയ്യുന്നതും എ ഒഴിവാക്കിയിട്ട് യൂണിയൻ ബി യൂണിയൻ സി ചെയ്യുന്നതും സെയിം ആണ്. ഇതാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. ആദ്യത്തെ 2 പേര് ചേർത്തു സാറ്, എ യൂണിയൻ ബി, എന്നിട്ട് അതിനോട് അടുത്ത ആളെ ചേർത്തു യൂണിയൻ സി എന്ന് പറയുന്നതും, അല്ല നിങ്ങൾ എ അവിടെ നിർത്തിയിട്ട് 2-ാമത്തെ 3-ാമത്തെ ആളുടെ യൂണിയൻ കണ്ടിട്ട് എ അതിനോട് യൂണിയൻ ചെയ്യുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദിസ് ഈസ് നോൺ ആസ് അസോസിയേറ്റീവ് ലോ. ഇതാണ് യൂണിയന്റെ അസോസിയേറ്റീവ് ലോ. ഇനി നമ്മൾ ഇന്റർസെക്ഷന്റെ പറയുകയാണെങ്കിൽ സിമിലർലി എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. സോ ദിസ് ഈസ് നോൺ ആസ് അസോസിയേറ്റീവ് ലോ. അടുത്ത ലോയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് നോക്കാം. ഇവിടെ ഇതുപോലെ തന്നെ എ കോമ ബി കോമ സി 3 സെറ്റുകളുണ്ട്. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബ്രാക്കറ്റിൽ ബി ഇന്റർസെക്ഷൻ സി അല്ല, ബി യൂണിയൻ സി ആണ്. എ ഇന്റർസെക്ഷൻ ബ്രാക്കറ്റിൽ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ ബി അതൊരു ബ്രാക്കറ്റിനകത്തിടാ യൂണിയൻ വീണ്ടും എ ഇന്റർസെക്ഷൻ സി. ഇങ്ങനെയാണ്. എന്താണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ഇതകത്തേക്ക് എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. കണ്ടോ? സിമ്പിൾ ആണ്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്നത് തിരിച്ചു പറയാം. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. എങ്ങനെ പറയും? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇങ്ങനെ പറയുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതായത് ഈ ലെഫ്റ്റ് സൈഡ് ചെയ്യുന്നതും റൈറ്റ് സൈഡ് ചെയ്യുന്നതും എന്താണ്? ഈക്വൽ ആണ്. നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് ഓർത്തിരിക്കണം, പഠിക്കണം. ഓക്കെ, അടുത്താണ് ഡി മോർഗൻസ് ലോ. ഡി
മോർഗൻസ് ലോ. എന്താണ് ഡി മോർഗൻസ് ലോ എന്ന് പറയാം? സപ്പോസ് there are two sets A, B. A, B എന്ന് പറയുന്ന രണ്ട് സെറ്റുകൾ ഉണ്ടെങ്കിൽ കോംപ്ലിമെന്റ് ആണ് നമ്മൾ പറയുന്നത് A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആയിരിക്കും. എന്താണ്? A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. രണ്ടാമത് തിരിച്ചും പറയാം, A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്. ശ്രദ്ധിക്കണം, ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇവിടെ ഇന്റർസെക്ഷനും, ഇവിടെ ഇന്റർസെക്ഷൻ ആണെങ്കിൽ ഇവിടെ എന്താണ് യൂണിയനുമാണ്. ദിസ് ഇസ് നോൺ ആസ് ഡി മോർഗൻസ് ലോ. ഇതും എക്സാമിനെ ചോദിച്ച് കാണാറുണ്ട്. ഡി മോർഗൻസ് ലോസിന്റെ തന്നെ മറ്റൊരു ഫോമും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ഫോം പറയുന്നത് ഒന്ന് A മൈനസ് B യൂണിയൻ C ഇസ് ഈക്വൽ ടു A മൈനസ് B ഇന്റർസെക്ഷൻ A മൈനസ് C. A മൈനസ് B യൂണിയൻ C എന്ന് പറയുന്നത് A മൈനസ് B തിരിച്ച് ഇന്റർസെക്ഷൻ A മൈനസ് C ആയിരിക്കും. ഓക്കെ, അതുപോലെ രണ്ടാമത്തത് A മൈനസ് B ഇന്റർസെക്ഷൻ C ഇസ് ഈക്വൽ ടു A മൈനസ് B യൂണിയൻ A മൈനസ് സിയും എന്താണ് ആയിരിക്കും. സോ ഇത്തരം ലോസ് നിങ്ങൾ ഈ ക്ലാസ്സിൽ കിട്ടിയ ലോസ് എല്ലാം എഴുതുക, എന്നിട്ട് അത് വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, അതിനകത്ത് ഡി മോർഗൻസ് ലോയും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോവും അസോസിയേറ്റീവ് ലോ ഒക്കെ ഭംഗിയായിട്ട് പഠിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ചുരുക്കം കുറച്ച് പ്രോബ്ലംസ് മാത്രം ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫർദർ പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് A യൂണിയൻ B ആൻഡ് A ഇന്റർസെക്ഷൻ B. A യൂണിയൻ ബിയും A ഇന്റർസെക്ഷൻ ബിയും എന്താണ് കണ്ടെത്തുക. ചോദ്യം ഇതാണ്. ചോദ്യം A സമം സെറ്റ് 3, 5, 7, 9 and B സമം സെറ്റ് 1, 5, 9, 30. അപ്പോൾ നമ്മൾ A യൂണിയൻ ബി ആണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ ആണ്. A ഓർ B, അതായത് എയിലെ ആളുകളോ അല്ലെങ്കിൽ ബിയിലെ ആളുകളോ, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എയിൽ എല്ലാവരും പെറുക്കി എഴുതുക. എയിൽ എല്ലാവരും പെറുക്കി എഴുതുമ്പോൾ എന്താണ് 3, 5, 7, 9. അപ്പോൾ എയിൽ എല്ലാവരെയും കഴിഞ്ഞു. ഇതെന്നാൽ ബിയിൽ എല്ലാവരും എഴുതുമ്പോൾ എയിൽ എഴുതിയത് എഴുതരുത്. അപ്പോൾ എന്താണ് 1 എഴുതി, 5 എഴുതാൻ പറ്റില്ല കാരണം ഓൾറെഡി എയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് 9 എഴുതാൻ പറ്റില്ല, അത് ഓൾറെഡി എയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് 13 എഴുതാം. ഇങ്ങനെ റഫായിട്ട് എഴുതിയതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറുതിന്ന് വലുതിലേക്ക് ആദ്യം 1, പിന്നെ 3, പിന്നെ 5, പിന്നെ 7, പിന്നെ 9, 30. എന്നിട്ട് ഇത് മാത്രം എന്താണ് എക്സാമിന് എഴുതി കാണിക്കുക. സോ ഇതാണ് ഒരു ഭംഗി. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞു. ദെൻ A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഇതിനകത്ത് 5 ഉണ്ട്, പിന്നെ എന്താണ് 9 ഉണ്ട്. അപ്പോൾ 5, 9. ദാറ്റ്സ് ഓൾ. അപ്പോൾ A യൂണിയൻ B കണ്ടു, A ഇന്റർസെക്ഷൻ ബിയും കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, A സമം ദ സെറ്റ് ഓഫ് 5, 6, 7, 8, B സമം സെറ്റ് 7, 8, 9, 10. ഇതാണ് രണ്ട് സെറ്റ്. നമ്മുടെ ചോദ്യം ഇതാണ്, A യൂണിയൻ B കണ്ടുപിടിക്കുക, അതുപോലെ A ഇന്റർസെക്ഷൻ ബിയും കണ്ടെത്തുക. അപ്പോൾ A യൂണിയൻ B സാധാരണ പറഞ്ഞ പോലെ A യൂണിയൻ B ഞാൻ എഴുതി. എയിൽ എല്ലാവരും എഴുതി 5, 6, 7, 8. ബിയിൽ എല്ലാവരും എഴുതുമ്പോൾ എയിൽ എഴുതിയത് എഴുതരുത്. അപ്പം 9, 10. ഓക്കെ, ഈ 7, 8 ഇതിനകത്ത് രണ്ടിലും കോമൺ ആയിട്ട് ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് A ഇന്റർസെക്ഷൻ ബിയും കിട്ടിക്കഴിഞ്ഞു. A ഇന്റർസെക്ഷൻ B is equal to 7, 8. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, x സമം the set of 1, 2, 3 etc. to 10. Okay, and the A samam 1, 2, 3, 4, 5 and B samam 1, 3, 5, 7, 9. ഇതാണ് ക്വസ്റ്റ്യൻ. C ഉണ്ട്, സോറി. C സമം 2, 4, 8,
10. ഇനിയാണ് നമ്മൾ പഠിച്ച ഈ ലോ വെച്ചിട്ട് നമ്മളോട് ചോദിക്കുക എക്സാമിന് വെരിഫൈ എന്തെല്ലാം കാര്യങ്ങളാണ് വെരിഫൈ ചെയ്യാൻ ചോദിച്ചേക്കുന്നത്. ഒന്ന്, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. മനസ്സിലായോ? ഇത് ഏത് ലോയാണ് നിങ്ങൾ പഠിപ്പിച്ച ലോയിൽ നോക്കാം. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഏത് ലോയാണെന്ന് നിങ്ങൾ ഇപ്പോൾ പഠിച്ച് എഴുതി വെച്ചിട്ടില്ലേ, അത് നിങ്ങൾക്ക് ബാക്ക് പോയി നോക്കിയിട്ട് ഏത് ലോയാണ്. അങ്ങനെ ലോ പറഞ്ഞ് ചോദിക്കണമെന്നില്ല, ഇങ്ങനെ തരാം. ഇങ്ങനെ എന്താ എളുപ്പമാണ്, ഇത് നോക്കിയിട്ട് ചെയ്താൽ മതി. ലോയുടെ പേരാ പറയണെങ്കിലോ ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഐഡംപെട്ട് അങ്ങനെ എന്തെങ്കിലും ലോ പറഞ്ഞാൽ അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ലോ അറിയണം. അതാണ് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് സാർ മാറ്റിയാണ് നിങ്ങൾ എഴുതിയെടുക്കുക. അതിനുശേഷം എൻ്റെ ഒപ്പം ചെയ്തു നോക്കാം. ഓക്കെ. ഫസ്റ്റ് നമുക്ക് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇത് കാണാം. അപ്പൊ ഇത് കാണുമ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യാം, ഇടതുവശത്തുള്ളത് ചെയ്യാം. അപ്പൊ ഞാനിവിടെ എഴുതാൻ LHS. ദാറ്റ് മീൻസ് എന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉള്ളത് ഞാൻ ആദ്യം ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എപ്പോഴും ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യാം. ദാറ്റ് ഈസ് ബി യൂണിയൻ സി. അപ്പൊ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ബി എടുത്ത് എഴുതാം. ബി എന്ന് പറയുന്നത് 1 3 5 7 9 യൂണിയൻ സി. സി എന്ന് പറയുന്നത് 2 4 8 10. അതിനുശേഷം മാത്രം ഉത്തരം എഴുതാം. ഓക്കെ. ഉത്തരം എഴുതുമ്പോൾ നോക്കുക, ചെറുതിന് വലുതിലേക്ക് എഴുതുന്നതാണ് ഭംഗി. 1 ഉണ്ട്, അത് എഴുതി. അടുത്ത സംഖ്യ ചെറുത് ഇവിടെ 2 ഉണ്ട്, പിന്നെ ഇവിടെ 3 ഉണ്ട്, 4 അപ്പുറത്തുണ്ട്, 5 ഉണ്ട്, പിന്നെ 6 എങ്ങുമില്ല, 7 ഉണ്ട്, then ഇവിടെ 8 ഉണ്ട്, then 9 ഉണ്ട്, then എന്താണ് 10 ഉണ്ട്. കഴിഞ്ഞു. അപ്പൊ ദിസ് ഈസ് ബി യൂണിയൻ സി. എന്റെ ചോദ്യം എന്താണ്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്നാണ്. അപ്പൊ ഞാൻ അത് കാണാൻ പോകണേ. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു, എനിക്ക് എ അറിയണം. എ എന്റെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? 1 2 3 4 5 ആണ്. 1 2 3 4 5 ഇന്റർസെക്ഷൻ ഈ ബി, എ യൂണിയൻ ബി, ബി യൂണിയൻ സി. ഓക്കെ. എ സാറ് എഴുതി, ഇന്റർസെക്ഷൻ നിങ്ങൾ ഇതും കൂടി ഇവിടെ എഴുതുക. എന്നിട്ട് ഇതിനകത്ത് കോമൺ ആയിട്ട് ആരൊക്കെ ഉള്ളത്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. 1 2 3 4 5. So the answer is equal to 1 2 3 4 5. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 1 2 3 4 5 ആണ്. ഞാൻ ഇതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യും. അപ്പൊ എനിക്ക് സെയിം ആൻസർ കിട്ടിയാൽ ഇതെന്താണ്? വെരിഫൈ ചെയ്തു. ഓക്കെ. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ എയിനകത്ത് എന്തൊക്കെയുണ്ട്? എയില് 1 2 3 4 5 ഇന്റർസെക്ഷൻ. ബിയില് 2 4 8 10. 2 4 8 10. അപ്പൊ ഇതിനകത്ത് രണ്ടിൽ കോമൺ ആയിട്ടുള്ളത് 2 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ. സോ ദിസ് ഈസ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2 4 ആണ്. അതുപോലെ തന്നെ അടുത്തത് എ ഇന്റർസെക്ഷൻ സി ആണ്. എ ഇന്റർസെക്ഷൻ സി. എ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ഇന്റർസെക്ഷൻ സി. സി എന്ന് പറയുന്നത് 2 4 8. സോറി, ദിസ് ഈസ് എ ഇന്റർസെക്ഷൻ സി. ഇതായിരുന്നു എ ഇന്റർസെക്ഷൻ സി. ബി, ഇവിടെ നമുക്ക് ബി കാണാം. ഇത് 2 4 8 എന്നുള്ളത് സി ആയിരുന്നു. ബി കാണാം നമുക്ക്. ബി എന്ന് പറയുന്നത് 1 3 5 7 9. ഓക്കെ. ഇതാദ്യം ചെയ്തു സാർ കേട്ടോ, എ ഇന്റർസെക്ഷൻ സി. കാരണം സി ആണ് 2 4 8 10 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് 1 ഉണ്ട്, 1 3 3 5 5. ഓക്കെ. സോ ദ ആൻസർ ഈസ് 1 3 5 7.
അപ്പോൾ എ ഇന്റർസെക്ഷൻ സി 2 4 കിട്ടി. ഇതാണത്. എ ഇന്റർസെക്ഷൻ ബി നമുക്ക് എന്താണ് 1 3 5 7 കിട്ടി. രണ്ടും കൂടി കമ്പൈൻ ചെയ്യാം. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 1 3 5 7 യൂണിയൻ 2 4 ചെയ്യുമ്പോൾ രണ്ടിലും എന്താണ് കോമൺ ആയിട്ടുള്ള ഓരോരുത്തരും എടുക്കുക. ഇതിനകത്തുള്ളത് അതിനകത്തുള്ളത് എടുക്കുക, റിപ്പീറ്റ് ചെയ്ത് എടുക്കരുത്. സോ 1 2 3 4 5 7. സോ ഇത് തന്നെയാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കിട്ടിയത്. അപ്പോൾ LHS ഈക്വൽ ടു RHS. ഇവിടെ ഒരു തിരുത്തലുണ്ടായിരുന്നു, ഇത് സി ആയിരുന്നു എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. സി ആയിരുന്നു അത്, അതുകൊണ്ടാണ് സാർ ഇവിടെ മാറ്റി എ ഇന്റർസെക്ഷൻ സി ആക്കിയത്. പിന്നെ എ ഇന്റർസെക്ഷൻ ബി ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ ഇതാണ് 1 3 5 7. അതുകൊണ്ട് നമ്മൾ എടുത്ത് എഴുതാൻ പറയാം. എടുത്ത് എഴുതുമ്പോഴാണ് നമുക്ക് ആ മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് നമ്മൾ എഴുതരുത്. നമ്മളിങ്ങനെ എടുത്ത് എഴുതാം. എ എഴുതാം, അതുപോലെ എന്താണ് സി എഴുതാം. അപ്പോൾ അടുത്ത് എഴുതിയപ്പോൾ മനസ്സിലായത് റോങ് ആയിരുന്നു. അവിടെ സി അല്ലാതെ സി ആണ് അവിടെ എഴുതിയത്. ആക്ച്വലി അവിടെ ബി ആണ് വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് സാർ ഇവിടെ ക്വസ്റ്റ്യൻ മാറ്റിയത് എ ഇന്റർസെക്ഷൻ സി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് വെരിഫൈ ചെയ്യേണ്ടത് A minus B. A minus B is equal to A intersection B complement. അപ്പോൾ A minus B ആദ്യം കണ്ടുപിടിക്കാം. A minus B എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലെ എല്ലാവരെയും കുറയ്ക്കണം. അപ്പോൾ A minus B കാണണമെങ്കിൽ ആദ്യം A എഴുതാം. A എന്ന് പറയുന്നത് എത്രയാണോ? A എന്ന് പറയുന്നത് 1 2 3 4 5 മൈനസ് B. ബി എന്ന് പറയുന്നത് 1 3 5 7 9. അപ്പൊ എയിൽ നിന്ന് ബിയെ കുറച്ചിട്ട് ബാക്കി എയിലുള്ളതാണ് ഉത്തരം. എയിൽ നിന്ന് ഈ ബിയിലെ ആൾക്കാർ വെട്ടിക്കളഞ്ഞു. 3 പോയി, 5 പോയി. അപ്പൊ ഇതിൽ നിന്ന് ഇത്രയും സാധനം പോയി. ബാക്കിയുള്ളത് 2ഉം 4ഉം മാത്രമാണ്. ദ ആൻസർ ഈസ് 2 4. അപ്പൊ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? 2 4. ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ആദ്യം ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം എന്താണെന്നുള്ളത്. ഓക്കെ, അതിനുശേഷം എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. ബി കോംപ്ലിമെന്റ് എങ്ങനെ നമ്മൾ കാണുന്നത്? യു മൈനസ് ബി ആണ് ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. യു എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് തന്നേക്കുന്നത് 1 2 3 മുതല് 1 2 3 ഇങ്ങനെ മുതല് 10 വരെയാണ് യു തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ബി കുറയ്ക്കണം. എന്താണ് നമ്മുടെ ബി? ബി എന്ന് പറയുന്നത് 1 3 5 7 9 ആണ്. അതായത് നോക്കിയാൽ അറിയാം ബി എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യകളാണ്. 1 3 5 7 എന്ന് പറയുന്ന ഒറ്റ സംഖ്യകളാണ്. അപ്പൊ ഈ കോമൺ ആയിട്ടുള്ള 1 മുതൽ 10 വരെയുള്ള നിന്ന് 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യ കുറച്ചാൽ പിന്നെ കിട്ടുന്ന ഇരട്ട സംഖ്യകളായിരിക്കും. സോ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 4 6 8 10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബി കോംപ്ലിമെന്റ് കിട്ടി. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിൽ എയിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ളത്, ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ എന്തായിരുന്നു? 1 2 3 4 5. 1 2 3 4 5. ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ മോളിൽ എഴുതിയിട്ടുണ്ട് സാർ. ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഉണ്ട്, പിന്നെന്താണ് 4 ഉണ്ട്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 2 4. ഇത് തന്നെയല്ലേ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടിയത്. സോ നമ്മൾ ഈ ഫോർമുല എന്താണ് വെരിഫൈ ചെയ്തു. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ അത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നിങ്ങൾ എ യൂണിയൻ ബി കാണാം. അതിനുശേഷം യുവിൽ നിന്ന് എ യൂണിയൻ ബി എന്താണ് കുറയ്ക്കാം. ഓക്കെ, സോ എ യൂണിയൻ ബി ഫസ്റ്റ് കാണാം. ഈക്വൽ ടു എ. വാട്ട് ഈസ് എ? 1 2 3 4 5. This is a union B. B സമം 1 3 5 7 9. Then A union B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 7 9. ഓക്കെ,
യൂണിയൻ ഞാൻ പഠിപ്പിച്ചത് എന്താണ്, എയിലുള്ള എല്ലാവരും എടുത്ത് എഴുതാം, ബിയിൽ എടുത്ത് എഴുതുമ്പോൾ എയിൽ എഴുതിയത് എഴുതരുത്. ഓക്കെ, അതായത് എ ഓർ ബി. ചോദ്യം എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ LHS ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ കോംപ്ലിമെന്റ് കാണണമെന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു മൈനസ് എ യൂണിയൻ ബി. അതായത് യുവിൽ നിന്ന് ഇത് കുറയ്ക്കണം. ഓക്കെ, ക്ലിയർ? സോ യു, വാട്ട് ഈസ് യു? യു നമുക്ക് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. ഓക്കെ, ഇതിൽ നിന്ന് ഇത് വെട്ടിക്കളയാൻ പോവുകയാണ്. 1 എയിലുണ്ട്, യുവിൽ നിന്ന് വെട്ടിക്കളഞ്ഞു, 2 വെട്ടിക്കളഞ്ഞു, 3 വെട്ടിക്കളഞ്ഞു, 4 വെട്ടി, 5 വെട്ടി, 7 വെട്ടി, 9 വെട്ടി. ബാക്കി ഇതിനകത്ത് 6 8 10. So the answer is 6 8 10. So this is our left hand side. Left hand side സാർ ഇവിടെ എഴുതിയിട്ടാണ് റെഫറൻസിന് വേണ്ടിയിട്ട് 6 8 10. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോവാം. റൈറ്റ് ഹാൻഡ് സൈഡ് പറയുമ്പോൾ RHS. റൈറ്റ് ഹാൻഡ് സൈഡിൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എ കോംപ്ലിമെന്റ് ഫസ്റ്റ് കാണണം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എന്താണ് എ ആണ്. നമ്മളിപ്പോ കണ്ടതാണ് യു എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10. ഇത്രയാണ് യു എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റ്. ഇവിടെ നമുക്ക് യു എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു പേരിലാണ് എങ്കിലും അതാണ് യു. അതിൽ നിന്ന് എ കുറയ്ക്കണം. അപ്പൊ എ എടുത്ത് എഴുതാം. എ സമം സെറ്റ് എന്തായിരുന്നു 1 2 3 4 5 1 2 3 4 5. ഇനി ആലോചിക്കുക, യുവിൽ നിന്ന് എ കട്ട് ചെയ്യാണ്. എ ഇവിടെ കട്ട് ചെയ്തു, 2 യുവിൽ നിന്ന് കട്ട് ചെയ്തു, 3 ഉണ്ട് അത് കട്ട് ചെയ്തു, 4 ഇവിടെ കട്ട് ചെയ്തു, 5 ഇവിടെ കട്ട് ചെയ്തു, ബാക്കിയുള്ളത് ഇത്ര സമയം. സോ ദിസ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 6 7 8 9. ഓക്കെ, സിമിലർലി ഇനി നമുക്ക് ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം അല്ലേ. അതിനാദ്യം എന്താണ് യു മൈനസ് എ യു മൈനസ് ബി, ബി ചെയ്യണം, ബി കണ്ടുപിടിക്കാം. ബി എന്താണെന്ന് നോക്കൂ. ബി സമം 1 3 5 7 9. സോ ബി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ ആലോചിക്കുക, എക്സ് എന്ന് പറയുന്ന യൂണിയൻ സെറ്റിൽ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുണ്ട്. ബിയിനകത്തുള്ളത് 1 3 5 7 9 ഒറ്റ സംഖ്യകളാണ്. അപ്പൊ ഈ ഒറ്റ സംഖ്യകൾ ഇതിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്ത ബാക്കിനകത്ത് എന്താ ഉള്ളത്, ഇരട്ട സംഖ്യകളാണ്, ഈവൺ നമ്പർ ആണ്. സോ ബി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 2 4 6 8 10. ഓക്കെ, ഇനി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുക. അതായത് എ കോംപ്ലിമെന്റിനകത്തും അതുപോലെ ബി കോംപ്ലിമെന്റിനകത്തും കോമൺ ആയിട്ടുള്ളത്, കോമൺ ആയിട്ട് എന്താണ് 2 ഇല്ല, 4 ഇല്ല, 6 ഉണ്ട്, 8 ഉണ്ട്, വേറെ ഒന്നുമില്ല. സോ ആൻസർ 6ഉം 8ഉം ആണ്. സോ ദ ആൻസർ ഈസ് 6,8. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടിയത് അല്ലേ, ശരിയല്ലേ? ഇല്ല, ഇവിടെ എ കോംപ്ലിമെന്റ് 10 കൂടെ ഉണ്ടായിരുന്നു, 10. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് 10 വരുന്നുണ്ട്. 6 7 8 9 10 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ 10 വരുന്നുണ്ട്. 10ഉം കൂടി എടുത്തു കഴിയുമ്പോൾ ഓക്കെ, റൈറ്റ് സൈഡ് തന്നെ നമുക്ക് കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യുന്നത്. ആദ്യം ലെഫ്റ്റ് സൈഡ് ചെയ്യുക, പിന്നെ എന്താണ് റൈറ്റ് സൈഡ് ചെയ്യുക. ഇവിടെ 6 7 8 9 10 കൂടി ഉണ്ട് കേട്ടോ, സോറി എഴുതാൻ വിട്ടുപോയതാണ്, 10 കൂടി ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ 8 9 10 6 8 10 ഇവിടെയും അതുപോലെ 6 8 10 ഇവിടെയും എന്താണ് സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ക്ലിയർ? സോ ഈ പോർഷൻ ഇവിടെ തീരുന്നില്ല. ഇനിയുള്ള പോർഷൻസ് ആണ് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന പോർഷൻസ് ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഇനിയുള്ള പോർഷൻസ് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കുക. ഇന്ന് പഠിപ്പിച്ച ഈ പറയുന്ന ഫോർമുലാസും ഈ പറയുന്ന തിയറീസും ഒക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. ഓക്കെ, ഇതിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അതിനനുസരിച്ചുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോർമുലാസ് ഉപകാരപ്പെടും. താങ്ക് യു വെരി മച്ച്.